ഹലോ, ഈ ലെസണിൽ നമ്മളൊരു ജമ്പിങ് ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഡെമോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇതൊരു ജമ്പിങ് ഗെയിമാണ്. അപ്പോൾ ഓരോ ഒബ്ജക്ട്സ് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡായി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്നേക്കിന്റെ ഒബ്ജക്റ്റും ഒരു ഹെഡ് ഷോഗിന്റെ ഒബ്ജക്റ്റും ഉണ്ട്. ഇത് രണ്ടും വരുമ്പോൾ ജമ്പ് ചെയ്യണം, കാരണം അതിൽ തൊട്ടാൽ ഗെയിം ഓവർ ആവും. ബാക്കിയുള്ളത് ഒരു മഷ്റൂം ഒബ്ജക്റ്റ് ആണ്, 2 കളറിലുള്ള മഷ്റൂമിൽ തൊട്ടാൽ സ്കോർ 1 വെച്ച് കൂടും. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിൽ തൊട്ടാൽ സ്കോർ 3 വെച്ച് കൂടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും വരുമ്പോൾ ജമ്പ് ചെയ്യണ്ട. ഈ ഒരു ഹെഡ് ഷോഗും സ്നേക്കും വരുമ്പോൾ പ്ലെയർ ഇങ്ങനെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഗെയിം ഓവർ ആവും. റൈറ്റ്, ഇപ്പൊ ഈ ഗെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, വെറുതെ ഒരു ഫോറസ്റ്റ് പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാനൊരു പ്ലെയർ സ്പ്രൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്രാച്ചിലുള്ള സ്പ്രൈറ്റ് അല്ല, ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് നമ്മൾ റിസോഴ്സസിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്ലെയർ സ്പ്രൈറ്റിന് 2 കോസ്റ്റ്യൂംസ് ഉണ്ട്, കോസ്റ്റ്യൂം 1, കോസ്റ്റ്യൂം 2. അതായത് ഇങ്ങനെ വാക്കിംഗ് ചെയ്യുന്ന പോലെ ഉള്ള 2 കോസ്റ്റ്യൂംസ്. ഓക്കെ, രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്നത് ഈ റോഡിന്റെ ഒരു സ്പ്രൈറ്റ് ആണ്. റോഡ് ഞാനൊരു സ്പ്രൈറ്റ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കോസ്റ്റ്യൂംസ് എടുത്താൽ ഇത് ഞാൻ പെയിന്റിൽ വരച്ചതാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ്യൂം 1, കോസ്റ്റ്യൂം 2 ഇതിങ്ങനെ ഈ യെല്ലോ ലൈൻസ് മാറി മാറി വരുന്ന പോലെയാണ് ഞാൻ ഈ 2 കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറുതെ യെല്ലോ ലൈൻസ് ഒരു ബ്ലാക്ക് റെക്ടാംഗിൾ വരച്ച് അതിനകത്ത് 2 അലൈൻമെന്റിൽ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, 2 രീതിക്ക് ഞാൻ യെല്ലോ ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ ഒരു പ്ലെയർ വാക്കിംഗ് കൂടെ ചെയ്യുമ്പോൾ വാക്കിംഗ് അനിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കൂടുതൽ സ്പ്രൈറ്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു റോഡിന്റെയും ഈ ഒരു പ്ലെയറിന്റെയും കോഡ് എഴുതിയിട്ട് ആവാം. അപ്പൊ നമുക്ക് ആദ്യം കോഡിലോട്ട് പോയിട്ട് ഈ സ്പ്രൈറ്റ് 2ന്റെ പേര് മാറ്റിയിട്ട് ഞാൻ റോഡ് എന്നാക്കാണ്. റോഡിന് വേണ്ടിയിട്ടുള്ള അനിമേഷൻ എഴുതാം. അതിന് നമ്മൾ എന്താ ചെയ്യുക, കൺട്രോളിൽ വന്നിട്ട് ഫോർ എവർ ലുക്സിൽ പോയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് ഇടാം. എന്നിട്ട് ആസ് യൂഷ്വൽ ഈവന്റ്സിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ്. ഇപ്പൊ എന്താ സംഭവിക്കുക, ഇതിന്റെ കോസ്റ്റ്യൂം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷെ ഇത് വളരെ സ്പീഡിൽ മാറുന്ന കാരണം നമുക്ക് ഇതിനൊരു ഡിലേ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കൺട്രോളിൽ പോയിട്ട് വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിലേ ആവും. അപ്പൊ അത് ഞാനൊരു 0.3 സെക്കൻഡ്സ് കൊടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇതിങ്ങനെ നീങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റോഡിന്റെ അനിമേഷൻ റെഡിയായി. ഇനി നമുക്ക് പ്ലെയറിന്റെ അനിമേഷൻ എഴുതാൻ തുടങ്ങാം. ആസ് യൂഷ്വൽ ഈവന്റ്സിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ്. ഓക്കെ, കൺട്രോളിൽ വന്നിട്ട് ആദ്യം ഞാൻ കോഡ് എഴുതാം, എന്നിട്ട് എന്താന്ന് പറയാം. ഫോർ എവർ ഓക്കെ വെയിറ്റ് 0.3 സെക്കൻഡ്സ്, റോഡിന് കൊടുത്ത അതേ ഡിലേ. എന്നിട്ട് ലുക്സിൽ വന്നിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം. ഇപ്പൊ എന്താ സംഭവിക്കുക, ഫോർ എവർ 0.3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് കോസ്റ്റ്യൂം മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആളിങ്ങനെ നടക്കുന്ന പോലൊരു അനിമേഷൻ വരും. റോഡും നീങ്ങുന്നു, ആളുടെ കൈകാലം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു നടക്കുന്ന അനിമേഷൻ വരും. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ജമ്പിങ് ആഡ് ചെയ്യണം. ഇതേ പ്ലെയർക്ക് സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് പ്ലെയർ ജമ്പ് ചെയ്യേണ്ടത്. അപ്പൊ ജമ്പിങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈവന്റ്സിൽ പോയിട്ട് വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ് എന്ന് കൊടുക്കുക. വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കൺട്രോളിൽ വന്നിട്ട് റിപ്പീറ്റ് 10 ടൈംസ്. ഓക്കെ, മോഷനില് ചേഞ്ച് y by 10 കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. ഓക്കെ, ചേഞ്ച് y by -10 കൊടുക്കും. ഇപ്പൊ എന്താ ഇതിനർത്ഥം, സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ 10 പ്രാവശ്യം y 10 വെച്ച് മാറണം. അതായത് 10 പ്രാവശ്യം y 10 വെച്ച് മാറാന്ന് പറയുമ്പോൾ 100 സ്റ്റെപ്പ് മേലോട്ട് പോകണമെന്ന് അർത്ഥം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം 10 പ്രാവശ്യം y -10 വെച്ച് മാറണം. അതായത് -100 സ്റ്റെപ്പ് തിരിച്ചു വരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജമ്പിങ് അനിമേഷൻ ആവുമല്ലോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇപ്പൊ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കും, സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആളൊന്ന് ജമ്പ് ചെയ്യും. റൈറ്റ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അനിമേഷൻ. റൈറ്റ്, ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സ്പ്രൈറ്റുകൾ ആഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പ്രൈറ്റുകൾ ആഡ് ചെയ്യണം. ഓരോ ഒബ്സ്റ്റക്കിൾസ് ഇങ്ങനെ വരുമ്പോൾ ആള് ജമ്പ് ചെയ്യണം, ജമ്പ് ചെയ്യുമ്പോൾ ഓരോന്ന് സംഭവിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒബ്സ്റ്റക്കിൾസിന്റെ സ്പ്രൈറ്റ് ആഡ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ചൂസ് സ്പ്രൈറ്റിൽ പോയിട്ട് ആനിമൽസിൽ വന്നിട്ട് ഒരു ഹെഡ് ഷോഗിന്റെ ഒരു സ്പ്രൈറ്റ് ഉണ്ട്. ഓക്കെ, ഹെഡ് ഷോഗിനെ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ,
എന്നിട്ട് അതിന്റെ കോസ്റ്റ്യൂമിൽ പോയിട്ട് എനിക്ക് ഒരൊറ്റ കോസ്റ്റ്യൂം മതി ഹെഡ്ജോഗിന്റെ, ബാക്കി എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഹെഡ്ജോഗിന്റെ കോസ്റ്റ്യൂം അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ സൈസ് ഞാനൊന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ, അതിന്റെ സൈസ് ഞാനൊന്ന് ചെറുതാക്കി. അയാൾക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണമല്ലോ. അപ്പം ഓക്കെ, അപ്പൊ ഹെഡ്ജോഗിന്റെ സൈസ് ഞാനൊന്ന് ചെറുതാക്കി ഇവിടെ വെക്കുകയാണ്. ഇനി ഈ ഹെഡ്ജോഗിലേക്ക് ഞാൻ കൂടുതൽ കോസ്റ്റ്യൂംസ് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസ് അപ്ലോഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്ലോഡ് കോസ്റ്റ്യൂമിൽ പോയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കോസ്റ്റ്യൂംസ് ഉണ്ട്. ഒരു മഷ്റൂമിന്റെ കോസ്റ്റ്യൂം ഞാൻ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിസ്റ്റലിന്റെ കോസ്റ്റ്യൂം ഉണ്ട്. ഈ ക്രിസ്റ്റലിന്റെ കോസ്റ്റ്യൂമും ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഹെഡ്ജോഗിന് 3 കോസ്റ്റ്യൂംസ് ഉണ്ട്. ഹെഡ്ജോഗിന്റെ കോസ്റ്റ്യൂം, മഷ്റൂം കോസ്റ്റ്യൂം, ക്രിസ്റ്റൽ കോസ്റ്റ്യൂം. ഓക്കെ, അപ്പൊ ഈ ഹെഡ്ജോഗിന്റെ ഈ ഒരു സ്പ്രൈറ്റിന്റെ പേര് ഞാൻ മാറ്റിയിട്ട് ഒബ്ജക്റ്റ് 1 എന്നാക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോഡ് എഴുതാൻ തുടങ്ങാം. ഇതിന്റെ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒബ്ജക്ട്സ് എന്താ ചെയ്യേണ്ടത്, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഓക്കെ, എന്നിട്ട് ഈ പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസിഷന്റെ കോഡ് എഴുതും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈവന്റ്സിൽ പോയിട്ട് ആസ് യൂഷ്വൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്നടിക്കും. എന്നിട്ട് കൺട്രോളിൽ വന്നിട്ട് ഫോർ എവർ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന തന്നെ ഫോർ എവർ എന്നിട്ട് കൺട്രോളിൽ പോയിട്ട് റിപ്പീറ്റ് 90 ടൈംസ്. ഓക്കെ, ഞാൻ എന്താന്ന് പറയാം. 90 ടൈംസ് മോഷനിൽ വന്നിട്ട് ചേഞ്ച് എക്സ് ബൈ -5 എന്ന് കൊടുക്കും. ഓക്കെ, ഈ വാല്യൂസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടതാണ്. ഓക്കെ, 90 ടൈംസ് ചേഞ്ച് എക്സ് ബൈ -5. എക്സ് ബൈ -5 എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് ഈ സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണമെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് 90 ടൈംസ് -5 എന്ന് പറഞ്ഞാൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ എത്താനുള്ള നമ്പർ ഓഫ് സ്റ്റെപ്സ് വെച്ചിട്ട്. നിങ്ങൾക്ക് അത് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് വേറെ വാല്യൂസ് മാറ്റി കൊടുത്ത് നോക്കാം. അപ്പൊ വർക്കാവുന്ന വാല്യൂ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇട്ടതാണെന്നേ ഉള്ളൂ. അപ്പൊ 90 ടൈംസ് എക്സ് -5 വെച്ച് മാറുക എന്ന് പറയുമ്പോൾ ഈ ഹെഡ്ജോഗ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒബ്ജക്ട് 1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യും എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർ എവർ റിപ്പീറ്റ് 90 ടൈംസ് ചേഞ്ച് എക്സ് ബൈ -5 എന്നുള്ളതാണ്. അതായത് 90 പ്രാവശ്യം എക്സ് -5 വെച്ച് മാറും. എക്സ് -5 വെച്ച് മാറുക എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാന്നർത്ഥം അല്ലെ. അപ്പോൾ 90 ടൈംസ് -5 എന്നുള്ള വാല്യൂ ഞാൻ ട്രയൽ ആൻഡ് എറർ വെച്ച് കണ്ടുപിടിച്ചതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വാല്യൂ മാറ്റി കൊടുത്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഈ ഗെയിമിന് ഇതാണ് വർക്ക് ആവുക എന്നാണ് എനിക്ക് മനസ്സിലായത് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ 90 ടൈംസ് -5 എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് എൻഡ് നിന്നും ലെഫ്റ്റ് എൻഡ് വരെ പോകാനുള്ള സമയം -5 വെച്ച് മാറുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, റൈറ്റ്, അവിടെ വന്ന് നിൽക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോ ടു ഒരു XY പൊസിഷൻ ഈ ഫോർ എവറിനകത്ത് കൊടുക്കും. ഇപ്പൊ ഗോ ടു -247 എന്നുള്ളത് മാറ്റിയിട്ട് ഞാനൊരു പോസിറ്റീവ് എക്സ് വാല്യൂ 231 എന്നാക്കിയാൽ ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഒബ്ജക്റ്റ് വരുന്ന പോലെ വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന പോലെ ഇരിക്കും. അതായത് 231 -121 എന്നുള്ള XY പൊസിഷൻ ഈ ഒരു അറ്റത്തുള്ള പൊസിഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ -5 സഞ്ചരിച്ച് ഈ ഒരു ഒബ്ജക്ട് 1 എന്നാണ് ഈ സ്പ്രൈറ്റിന്റെ പേര്. അതിന്റെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം ഈ ഡയമണ്ട് ആണ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആണ്. അതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കോഡ് റെഡിയായി. ഇനി നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് കോസ്റ്റ്യൂംസിൽ കുറച്ച് വ്യത്യാസം വരുത്താം. എപ്പോഴും ഈ ഡയമണ്ട് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഹെഡ്ജോഗ് വരണം, മഷ്റൂം വരണം, ഡയമണ്ട് വരണം, അങ്ങനെ മാറി മാറി വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റ്യൂംസിൽ പോയിട്ട്, അതായത് ലുക്സില് സ്വിച്ച് കോസ്റ്റ്യൂം 2 എന്നുള്ളതുണ്ടല്ലോ. ഓക്കെ, അത് ഇവിടെ ഇടാം തൽക്കാലം. സ്വിച്ച് കോസ്റ്റ്യൂം 2 അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഓപ്പറേറ്റേഴ്സിൽ പോയിട്ട് പിക്ക് റാൻഡം എന്നുള്ളതുണ്ടല്ലോ. പിക്ക് റാൻഡം 1 to 10 എന്നുള്ളതുണ്ട്. ഓക്കെ, ആ പിക്ക് റാൻഡം 1 to 10 ഇതിനകത്തോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ആ കോസ്റ്റ്യൂം നെയിം എന്നുള്ളത് മാറിയിട്ട് ഇതിവിടെ ഇങ്ങനെ വരും. ഓക്കെ, പിക്ക് റാൻഡം 1 to
10. ഓക്കെ, ഈ 1 to 10 എന്നുള്ളത് കോസ്റ്റ്യൂം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ കൊടുക്കാം. ഈ ഒരു കോസ്റ്റ്യൂംസിൽ പോയാല് കോസ്റ്റ്യൂം നമ്പർ 1, 2, 3 എന്നുള്ള 3 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പിക്ക് റാൻഡം 1 to 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ 1, 2 or 3 ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ആവും. അപ്പൊ ഈ പിക്ക് റാൻഡം 1 to 3 എന്താ ചെയ്യാന്ന് വെച്ചാല് 1, 2, 3 ഈ 3 നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ പിക്ക് ചെയ്യും. ഓക്കെ, എല്ലാ പ്രാവശ്യം ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ പിക്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു കോസ്റ്റ്യൂമിലോട്ട് നമ്മുടെ ഒബ്ജക്റ്റിന്റെ കോസ്റ്റ്യൂം മാറും. അപ്പൊ ഇത് ഞാൻ ഫോർ എവറിനകത്ത് ഇട്ടാല് ഓക്കെ, ഒരു കോസ്റ്റ്യൂം പിക്ക് റാൻഡം 1 to 3 ചെയ്തിട്ട് ആ ഒരു കോസ്റ്റ്യൂമാണ് വരെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഡയമണ്ട് വരുന്നു, പിന്നെയും ഡയമണ്ട് ആണ് വന്നത്, പിന്നെ ഹെഡ് ഷോക്ക് വരുന്നു, മഷ്റൂം വരുന്നു. ഇങ്ങനെ റാൻഡം ആയിട്ട് ഏതെങ്കിലും കോസ്റ്റ്യൂം എടുത്തിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതാണ് സ്വിച്ച് കോസ്റ്റ്യൂം ടു പിക്ക് റാൻഡം 1 to 3 എന്ന് കൊടുത്താൽ സംഭവിക്കുക. സ്വിച്ച് കോസ്റ്റ്യൂമിന്റെ പേര് സ്പെസിഫിക് ആയി കൊടുക്കുന്നതിന് പകരം നമുക്ക് അതിന്റെ നമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഓബ്ജക്റ്റ് നമ്മളുടെ പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഇതിങ്ങനെ വരുമ്പോൾ പ്ലെയർക്ക് ജമ്പ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ജമ്പ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല, നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിനുള്ള കോഡിനെ ആഡ് ചെയ്യാം. അതായത് ഈ ഒരു ഓബ്ജക്റ്റ് നമ്മുടെ പ്ലെയറിനെ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന് നമുക്കൊരു ഇഫ് കണ്ടീഷൻ ആണല്ലോ എഴുതേണ്ടത്. ഇഫ് ഈ ഒബ്ജക്റ്റ് ടച്ചസ് ദ പ്ലെയർ എന്നുള്ള കണ്ടീഷൻ നമുക്ക് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൺട്രോൾ പോകുന്നു, ഇഫ് ദെൻ എടുക്കുന്നു. എന്നിട്ട് ഈ ഇഫ് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്? ഈ റിപ്പീറ്റ് 90 ചേഞ്ച് x by -5 എന്നുള്ളതുണ്ടല്ലോ. അതായത് ഇത് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മളുടെ പ്ലെയറിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ആ റിപ്പീറ്റ് 90യുടെ അകത്ത് തന്നെ നമ്മളിത് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, റിപ്പീറ്റ് 90 ചേഞ്ച് x by -5 എന്ന് പറയുമ്പോൾ ആ നീങ്ങുന്നതിന്റെ ഇടയിൽ പ്ലെയറിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് സെൻസിങ്ങിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടച്ചിങ് മൗസ് പോയിന്റർ എന്നുള്ളത് ഇവിടെ ഇടാം. എന്നിട്ട് മൗസ് പോയിന്റർ മാറ്റിയിട്ട് ടച്ചിങ് പ്ലെയർ എന്നാക്കാം. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റിന്റെ കോഡാണ് നമ്മൾ എഴുതുന്നത്. ഈ ഒബ്ജക്റ്റ് നമ്മുടെ പ്ലെയറിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈവൻസിൽ പോയിട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നയക്കും. ഓക്കെ, എന്നിട്ട് മെസ്സേജ് 1 മാറ്റിയിട്ട് ന്യൂ മെസ്സേജ് ടച്ച് എന്നുള്ളൊരു മെസ്സേജ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യും എല്ലാ സ്പ്രൈറ്റുകൾക്കും. ഓക്കെ, അപ്പൊ ടച്ച് ആയി എന്നർത്ഥം. റൈറ്റ്, ഞാൻ ഇവിടെ ഇതിനകത്ത് ഒരുപാട് കണ്ടീഷൻസ് എഴുതാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് താഴെ വന്നിട്ട് ഓക്കെ, ഈ ഒരു സ്പ്രൈറ്റിൽ തന്നെ വെൻ ഐ റിസീവ് ടച്ച് എന്നുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു സ്പ്രൈറ്റ് നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് മറ്റേ സ്പ്രൈറ്റ് അത് റിസീവ് ചെയ്യുമ്പോഴുള്ള കോഡാണ് എഴുതിയിരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഇതേ ലോജിക്ക് എഴുതാം. അതായത് ഈ സ്പ്രൈറ്റ് പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോൾ സ്പ്രൈറ്റ് ടച്ച് എന്നൊരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓരോ സ്പ്രൈറ്റ് ടച്ച് ചെയ്യുമ്പോഴും കണ്ടീഷൻസ് വേറെ വേറെയാണ്. അതായത് ഹെഡ്ജോഗ് ആണ് ടച്ച് ചെയ്യുമെങ്കിൽ ഗെയിം ഓവർ ആവണം, മഷ്റൂം ആണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ആൾക്ക് 1 പോയിന്റ് കൂടണം, ഡയമണ്ട് ആണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ 3 പോയിന്റ് വെച്ച് കൂടണം. അപ്പൊ ഈ ഇഫൽസ് എല്ലാം നമ്മൾ എഴുതണം. അതെല്ലാം കൂടെ ഇതിനകത്ത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നൊരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഇനി ആ മെസ്സേജ് ഇതേ സ്പ്രൈറ്റിന് കിട്ടുമ്പോൾ അതിന്റെ കോസ്റ്റ്യൂം എന്താണ് അതനുസരിച്ച് അതൊരു ഡിസിഷൻ എടുക്കണം അല്ലെ. മഷ്റൂം ആണ് ഇപ്പോഴത്തെ കോസ്റ്റ്യൂം എങ്കിൽ അതിനനുസരിച്ച് പോയിന്റ് കൂട്ടണം, ഹെഡ്ജോഗ് ആണെങ്കിൽ ഗെയിം ഓവർ ആക്കണം. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെൻ ഐ റിസീവ് ടച്ച് ഞാൻ കോഡ് എഴുതാൻ പോവാണ്. കുറച്ച് ഈഫ് കണ്ടീഷൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈഫ് ഇവിടെ ഇട്ടിട്ട് ഈഫ് ഓപ്പറേറ്റേഴ്സിൽ വന്നിട്ട് ഞാൻ എഴുതിയിട്ട് പറയാം എന്താണ്. നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈഫ് എന്നിട്ട് ലുക്സിൽ വന്നിട്ട് കുറച്ച് താഴെ വന്നാല് ഇവിടെ കോസ്റ്റ്യൂം നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കോസ്റ്റ്യൂം നമ്പറും ഉണ്ട്, ഇതിന്റെ താഴെ തന്നെ ഉണ്ടോ കോസ്റ്റ്യൂം നെയിമും ഉണ്ട്. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം നമ്പർ ഒബ്ജക്റ്റ് 1ന്റെ എന്താണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് മഷ്റൂമിലാണ് ഇരിക്കുന്നത്. അതായത് മഷ്റൂം കോസ്റ്റ്യൂം നമ്പർ 2 ആണ്. ഈ സൈഡിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, അതായത് ഹെഡ്ഷോക്ക് ആണെങ്കിൽ കോസ്റ്റ്യൂം നമ്പർ 1ഉം ക്രിസ്റ്റൽ ആണെങ്കിൽ കോസ്റ്റ്യൂം നമ്പർ 3യുമാണ്. അപ്പൊ ഇതാണ് കോസ്റ്റ്യൂം നമ്പർ എന്നുള്ളൊരു പാരാമീറ്റർ. അപ്പൊ ഇവിടെ കോസ്റ്റ്യൂം നമ്പർ ഇവിടെ നമുക്ക് കറന്റ്ലി ഏത് കോസ്റ്റ്യൂം ആണോ ഉള്ളത് അത് നമുക്കിവിടെ ഇത് കാണാൻ സാധിക്കും. ഈ കോസ്റ്റ്യൂം നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ അപ്പൊ ഈ കോസ്റ്റ്യൂം നമ്പർ എന്നുള്ളത് ഞാൻ ഈഫിനകത്തോട്ട് ഇടാം. ഈഫ് കോസ്റ്റ്യൂം നമ്പർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെഡ്ഷോഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗെയിം ഓവർ വിളിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അപ്പൊ കോസ്റ്റ്യൂം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗെയിം ഓവർ ചെയ്യണം. അതിനുള്ള കോഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ഇഫ് കണ്ടീഷൻ ഇവിടെ എഴുതി വെക്കാം. അതിനകത്തുള്ള സംഗതി നമുക്ക് ആലോചിച്ചിട്ട് എഴുതാം അല്ലെ. അപ്പൊ കോസ്റ്റ്യൂം നമ്പർ 2 ആണെങ്കിൽ വേറൊരു സംഗതി ചെയ്യണം. കോസ്റ്റ്യൂം നമ്പർ 3 ആണെങ്കിൽ നമ്മൾ വേറെ കോഡ് എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയായി. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് 1 എന്നുള്ള സ്പ്രൈറ്റ് പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ടച്ച് എന്നൊരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വരും. ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഉള്ള കോസ്റ്റ്യൂം നമ്പർ മഷ്റൂം ആണോ, ക്രിസ്റ്റൽ ആണോ, ഹെഡ്ജോഗ് ആണോ എന്നുള്ളതനുസരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, ആ ഡിസിഷനാണ് നമുക്ക് ഈ 3 ഇഫിനകത്തും എഴുതേണ്ടത്. അത് നമുക്കിനി ഓരോന്നായിട്ട് എഴുതാൻ തുടങ്ങാം അല്ലെ. അപ്പൊ ഇഫ് കോസ്റ്റ്യൂം നമ്പർ 1 ആണെങ്കിൽ, ഹെഡ്ജോഗ് ആണെങ്കിൽ നമ്മൾ ഗെയിം ഓവർ എന്ന് വിളിക്കണം. ഗെയിം ഓവറിന്റെ ലോജിക് എന്താണ്? ഗെയിം ഓവറിന്റെ ലോജിക്കിന് നമ്മൾ ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്പ്രൈറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പുതിയൊരു സ്പ്രൈറ്റ് ചൂസ് ചെയ്യണ്ട, നമുക്ക് പെയിന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് എടുത്ത് സാധാരണ നമ്മൾ മുന്നത്തെ ഗെയിമിലെല്ലാം ചെയ്ത പോലെ തന്നെ ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു. അത് കുറച്ച് വലുതാക്കുന്നു. ഓക്കെ, ആൻഡ് അതിന്റെ ഫോണ്ട് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രൈറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അതിന്റെ കോഡിലോട്ട് വന്നിട്ട് വെൻ ഈവൻസിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുന്നേ നമ്മൾ ചെയ്തതാണ്. ലുക്സിൽ പോയിട്ട് താഴെ വന്നിട്ട് ഹൈഡ് ചെയ്യാം. അതായത് ഗെയിം തുടങ്ങുമ്പോൾ ഇത് ഹൈഡ് ആയിരിക്കണം ഈ ഗെയിം ഓവർ. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ഒബ്ജക്റ്റ് 1ന്റെ കോഡിലോട്ട് വന്നിട്ട് കോസ്റ്റ്യൂം നമ്പർ 1 ആണെങ്കിൽ, അതായത് ആള് ടച്ച് ചെയ്തു കോസ്റ്റ്യൂം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈവൻസിൽ പോയിട്ട് വീണ്ടും ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ടച്ച് അല്ല ഇപ്രാവശ്യം നമ്മൾ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഗെയിം ഓവർ എന്നുള്ള ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. അതായത് ടച്ച് ചെയ്യുകയും ചെയ്തു, ഹെഡ്ജോഗ് ആണ് കോസ്റ്റ്യൂം എങ്കിൽ ഗെയിം ഓവർ എന്നുള്ള മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ഓൾ എന്നുള്ളത് ചെയ്യണം. ഓക്കെ, അതായത് ഈവൻസിൽ വന്നിട്ട് സ്റ്റോപ്പ് ഓൾ, ഗെയിം ഓവർ ആകുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ഓൾ ആവുമല്ലോ, അപ്പൊ സ്റ്റോപ്പ് ഓൾ ചെയ്യാം. എന്നിട്ട് ഈ ഗെയിം ഓവർ സ്പ്രൈറ്റിൽ വന്നിട്ട് വെൻ ഐ റിസീവ് ഗെയിം ഓവർ, നമ്മൾ മുന്നേ ചെയ്തതാണ് ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വെൻ ഐ റിസീവ് ഗെയിം ഓവർ എന്ത് ചെയ്യണം? ഷോ എന്ന് കാണിക്കണം. റൈറ്റ്, ഷോ. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹെഡ്ജോഗ് ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ എല്ലാം സ്റ്റോപ്പായി ഗെയിം ഓവർ ആവുകയും ചെയ്തു. ഈ ഹെഡ്ജോഗിനെ നമുക്ക് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യാം അല്ലെ. അപ്പോ അതിന് വേണ്ടിയിട്ട്, അതായത് ഗെയിം ഓവർ കാണിക്കുമ്പോൾ ഹെഡ്ജോഗിനെ കാണിക്കണ്ട, കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഹെഡ്ജോഗിൽ വന്നിട്ട് കോഡില് ബ്രോഡ്കാസ്റ്റ് ഗെയിം ഓവർ, അതിന്റെ കൂടെ തന്നെ ഹൈഡും കൂടെ കൊടുക്കാം. നമുക്ക് ലുക്സിൽ പോയിട്ട് ഹൈഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഗെയിം ഓവർ ചെയ്യും. അതായത് ഇപ്പൊ മഷ്റൂമാണ് വരുന്നത്, ഒന്നും സംഭവിക്കില്ല, നമ്മളൊന്നും എഴുതിയിട്ടില്ല. ഇത് വരുമ്പോഴൊന്നും സംഭവിക്കില്ല. ഹെഡ്ജോഗ് വരുമ്പോൾ ഹെഡ്ജോഗ് പോയിട്ട് ഗെയിം ഓവർ എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കോഡ്. ഇനി അതുപോലെ തന്നെ നമുക്കിനി കോസ്റ്റ്യൂം നമ്പർ 2 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എഴുതാം. കോസ്റ്റ്യൂം നമ്പർ 2 ആരാണ്? മഷ്റൂം ആണ്. മഷ്റൂം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കോർ 1 വെച്ച് കൂടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കോർ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മുന്നത്തെ ഗെയിമിലെല്ലാം ചെയ്ത പോലെ നമ്മൾ വേരിയബിൾസിൽ പോകുന്നു. മേക്ക് എ വേരിയബിൾ സ്കോർ ഫോർ ഓൾ സ്പ്രൈറ്റ്. സ്കോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുന്നു. ഫോർ ഓൾ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞത് എല്ലാ സ്പ്രൈറ്റിനും ബാധകമാണ് എന്നർത്ഥം. ഓക്കെ, ഇത് ഫോർ ഓൾ സ്പ്രൈറ്റ് തന്നെ കൊടുക്കണേ. അതിന് പ്രത്യേക കാരണമുണ്ട്, അതെന്താന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഫോർ ഓൾ സ്പ്രൈറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. റൈറ്റ്, ഫോർ ഓൾ സ്പ്രൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി കോസ്റ്റ്യൂം നമ്പർ 2 ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് സ്കോർ ബൈ 1 എന്ന് കൊടുക്കണം. ഓക്കെ, മഷ്റൂം ആണെങ്കിൽ ചേഞ്ച് സ്കോർ ബൈ 1. ഇപ്പൊ നമുക്ക് എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇപ്പൊ ഒരു ഒബ്ജക്റ്റും വരുന്നില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഹൈഡ് കൊടുത്തില്ലേ, പിന്നെ അതിനെ നമ്മൾ ഒരിക്കലും ഷോ ആക്കിയിട്ടില്ല. അപ്പോ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്നുള്ള ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ലുക്സിൽ പോയിട്ട്, അതായത് ഗെയിം തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മളുടെ സ്പ്രൈറ്റ് ഷോ ആക്കണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഫോർ എവറിനകത്ത് ഈ ഗോ ടു എല്ലാം ചെയ്തില്ലേ, അവിടെ ഒരു ഷോ കൊടുക്കാം. ഇനി നമുക്ക് നോക്കി നോക്കാം വരുന്നുണ്ടോന്ന്. ഓക്കെ, ഇപ്പൊ മഷ്റൂമിൽ വരുമ്പോൾ
ഇപ്പൊ മഷ്റൂം വരുമ്പോൾ സ്കോർ മാറുന്നില്ല. അതിന് കാരണം ഞാനിവിടെ ചേഞ്ച് മൈ വേരിയബിൾ ബൈ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി ചേഞ്ച് സ്കോർ ബൈ 1 എന്നാക്കണേ. ഓക്കെ, ചേഞ്ച് സ്കോർ ബൈ 1. ഇനി നമുക്ക് വീണ്ടും റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹെഡ് ഷോക്ക് വരുമ്പോൾ ഞാൻ ഗെയിം ഓവർ ആയി. ഗെയിം ഓവർ ആവുമ്പോൾ ഇതിങ്ങനെ വായുവിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ നിന്ന് കോഡ് സ്റ്റോപ്പ് ചെയ്താണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ആ എയർ നിന്നിട്ടാണ് ചാടുന്നത് പ്ലെയർ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗെയിം തുടങ്ങുമ്പോൾ പ്ലെയർ ഈ ഒരു പൊസിഷനിൽ നിൽക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ എഴുതാം. അതായത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് മോഷനിൽ പോയിട്ട് എപ്പോഴും ഗോ ടു ഇപ്പത്തെ പൊസിഷൻ -217 -100. ഓക്കെ, അതായത് ഗെയിം സ്റ്റോപ്പ് ആവുമ്പോൾ ഗെയിം ഓവർ ആവുമ്പോൾ ആള് വായുവിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അടുത്തത് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് തുടങ്ങരുതല്ലോ. എപ്പോഴും തുടങ്ങുമ്പോൾ ഈ റോഡിൽ തന്നെ നിൽക്കണം. അതാണ് കാര്യം. റൈറ്റ്, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഹെഡ് ഷോക്ക് വരുന്നു, ഞാൻ ജമ്പ് ചെയ്തു, ഗെയിം ഓവർ ആയില്ല. വീണ്ടും ഹെഡ് ഷോക്കാണ് വന്നത്, ഗെയിം ഓവർ ആയി. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റോഡിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ സ്കോർ നോക്കൂ, 6 ഉണ്ടായിരുന്നു, 6ൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രാവശ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കോർ 0 തുടങ്ങണം. ഇത് നമ്മൾ മുന്നത്തെ ഗെയിമുകളിലെല്ലാം ചെയ്താണ്. അപ്പൊ വേരിയബിളിൽ പോയിട്ട് സെറ്റ് മൈ വേരിയബിൾ ടു 0 എന്നുള്ളത് ഈവൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡിൽ ഇടാം. ഓക്കെ, ഇത് പ്ലെയറിന്റെ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ അതിൽ ചെയ്യാം. കാരണം സ്കോർ എന്നുള്ള വേരിയബിൾ സ്കോർ ആക്കണേ. അതിന് സ്കോർ എന്നുള്ള വേരിയബിൾ എല്ലാ സ്പ്രൈറ്റിനും ബാധകമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ പ്രാവശ്യവും ഗെയിം തുടങ്ങുമ്പോൾ സ്കോർ 0 തുടങ്ങും. ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഹെഡ് ഷോക്ക് വരുന്നു, ജമ്പ് ചെയ്യുന്നു, ഞാൻ ഗെയിം ഓവർ ആയി. മഷ്റൂം വരുന്നു, സ്കോർ ഒരുപാട് വെച്ച് കൂടുന്നുണ്ട്. ഞാൻ ചേഞ്ച് സ്കോർ ബൈ 1 കൊടുത്തുള്ളൂ. ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ സ്കോർ ഒരുപാട് വെച്ച് കൂടുന്നുണ്ട്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ടച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോവാണ്. റൈറ്റ്, ടച്ച് ചെയ്തിട്ട് ഈ പ്ലെയറിനെയും ക്രോസ് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ലുക്സിൽ വന്നിട്ട് ഹൈഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈഡ് ഇവിടെയും കൊടുക്കാം. ഓക്കെ, അതായത് കോസ്റ്റ്യൂം നമ്പർ 2 ആവുമ്പോൾ ഉടനെ തന്നെ അതിനെ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്താൽ അത് പിന്നെ ടച്ച് ചെയ്യില്ല. അപ്പൊ സ്കോർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കില്ല. നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനൊന്നും കൂടെ പറയാം. ഹെഡ് ഷോക്ക് വന്നു, ഗെയിം ഓവർ ആയില്ല. വീണ്ടും ഹെഡ് ഷോക്ക് വന്നു. ഓക്കെ, വീണ്ടും ഹെഡ് ഷോക്കാണ് വരുന്നത്. ഡയമണ്ട് വന്നു, മഷ്റൂം വരുമ്പോ ഇപ്പൊ കണ്ടോ 1 വെച്ചേ കൂടുന്നുള്ളൂ. അതിന് കാരണം ഈ പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോ തന്നെ ആള് ഹൈഡ് ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്കോർ 1 വെച്ച് ഇൻക്രീസ് ചെയ്യുള്ളൂ. നമ്മൾ ഹൈഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്ലെയറിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര നേരം ടച്ച് ചെയ്യുന്നു, അപ്പൊ സ്കോർ ഇങ്ങനെ അത്രയും പ്രാവശ്യം കൂടിക്കൊണ്ടിരിക്കും. റൈറ്റ്, അപ്പൊ നമ്മൾ ടച്ച് ചെയ്തതും മഷ്റൂമിനെ ഹൈഡ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഡയമണ്ടിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ കോഡ് എഴുതാം. ക്രിസ്റ്റലിന്റെ കോഡ് ഈസിയാണ്. അതായത് നമ്മൾ ഈ മഷ്റൂമിന്റെ കോഡ് എഴുതിയ അതേ ലോജിക്ക് തന്നെ, പക്ഷെ ചേഞ്ച് സ്കോർ ബൈ 3 എന്ന് കൊടുക്കണം എന്ന് മാത്രം. അപ്പൊ കോസ്റ്റ്യൂം നമ്പർ 3 ആണെങ്കിൽ ഈ ഹൈഡും അതിനും ബാധകമാണ്. അപ്പൊ ഹൈഡ് നമ്മൾ ലുക്സിൽ പോയിട്ട് ഹൈഡും വേരിയബിളിൽ പോയിട്ട് ചേഞ്ച് സ്കോർ ബൈ 3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഡയമണ്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ 3 പോയിന്റ് വെച്ച് കൂടും, മഷ്റൂം ടച്ച് ചെയ്യുകയാണെങ്കിൽ 1 പോയിന്റ് വെച്ച് കൂടും, ഹെഡ് ഷോക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഗെയിം ഓവർ ആവും. നടക്കുമെന്നൊന്നും കൂടെ നോക്കാം. റൈറ്റ്, അപ്പൊ ഞാനിത് റൺ ചെയ്യുമ്പോൾ മഷ്റൂം വരുന്നു, സ്കോർ 1 ആകുന്നു. ഡയമണ്ട് വരുന്നു, 3 വെച്ച് കൂടി, സ്കോർ 4 ആയി. വീണ്ടും മഷ്റൂം വന്നു, സ്കോർ 5 ആയി. ഡയമണ്ട് വന്നു, 8 ആയി. ഹെഡ് ഷോക്ക് വന്നു, ജമ്പ് ചെയ്തു, ഗെയിം ഓവർ ആയി. ആ ജമ്പിങ് കറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്തില്ലെങ്കിൽ ഗെയിം ഓവർ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ വേർഷൻ ഓഫ് ജമ്പിങ് ഗെയിം. ഇനി ഇതിനകത്ത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൂടെ ആഡ് ചെയ്യാണ്. ഇതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മാരിയോ പോലത്തെ ഗെയിംസ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് ഒരു ഒബ്സ്റ്റക്കിളും കൂടെ വരുന്ന പോലെ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഹെഡ് ഷോക്കിനെ മൊത്തമായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന്റെ കോസ്റ്റ്യൂമിൽ പോയിട്ട് റൈറ്റ് ഹെഡ് ഷോക്കിന് പകരം ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഡയമണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. ഡയമണ്ടിന്റെ കളർ മാറ്റിയിട്ട് നമുക്കൊരു യെല്ലോ കളറാക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഡയമണ്ടിന്റെ കളർ മാറ്റിയിട്ട് നമുക്കൊരു യെല്ലോ കളറാക്കാൻ വേണമെങ്കിൽ ഇടയ്ക്ക് മാറിയൊരു ഡയമണ്ട് വരുന്ന പോലെ ഔട്ട്ലൈൻ വന്നിട്ടൊരു റെഡ് ഔട്ട്ലൈനും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഡയമണ്ട്. മഷ്റൂം മാറ്റിയിട്ട് ഞാൻ ഒരു മഷ്റൂം അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ എൻ്റെ കയ്യിലൊരു ഓറഞ്ച് മഷ്റൂമും കൂടെ ഉണ്ട്. ആ മഷ്റൂം അവിടെ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഈ മഷ്റൂം ഡിലീറ്റ് ചെയ്യാണ്. മഷ്റൂമും ഡയമണ്ടും ഹെഡ് ഷോക്കിന് പകരം ഞാൻ ഒരു കോസ്റ്റ്യൂമും കൂടെ ആഡ് ചെയ്യാണ്. ഒരു സ്നേക്കിന്റെ കോസ്റ്റ്യൂം ഉണ്ട് ഇവിടെ. ഓക്കെ,
ഇപ്പൊ സ്നേക്കിനെ ഞാനിവിടെ ആഡ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ സൈസ് നമുക്ക് നല്ലോണം കുറയ്ക്കണം. എന്നിട്ട് ഈ ഹെഡ്ഷോഗിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒബ്ജക്ട് 2ന്റെ സ്നേക്കിനെ ഞാൻ ആദ്യത്തെ കോസ്റ്റ്യൂം ആയിട്ട് ഇടുകയാണ്, നമ്മുടെ മറ്റേ പോലെ തന്നെ. അപ്പൊ ഞാൻ ഈ ഓർഡർ മാറ്റിയിട്ട് സ്നേക്കിന് ആദ്യത്തെ കോസ്റ്റ്യൂം, മഷ്റൂം രണ്ടാമത്തെ കോസ്റ്റ്യൂം, ക്രിസ്റ്റൽ മൂന്നാമത്തെ കോസ്റ്റ്യൂം, മറ്റേ അതേ ഓർഡറിൽ തന്നെ ഇടാണ്. കോസ്റ്റ്യൂം നമ്പർ 1, 2, 3. അപ്പൊ നമുക്ക് കോഡ് വീണ്ടും മാറ്റേണ്ട ആവശ്യമില്ല, അതേ കോഡ് തന്നെയാണ്. അതായത് ഫസ്റ്റ് കോസ്റ്റ്യൂം വരുമ്പോൾ, സ്നേക്ക് വരുമ്പോൾ ഗെയിം ഓവർ ആവണം. മഷ്റൂം, ഓറഞ്ച് മഷ്റൂം വരുമ്പോഴും സ്കോർ 1 വെച്ച് കൂടണം. ക്രിസ്റ്റൽ വരുമ്പോൾ യെല്ലോ ക്രിസ്റ്റൽ ആണെങ്കിലും ബ്ലൂ ക്രിസ്റ്റൽ ആണെങ്കിലും 3 വെച്ച് കൂടണം. പക്ഷെ ഇവരെ രണ്ടുപേരും മാറി മാറി ഒരു ഇടവേളയിൽ വരണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കോഡിൽ പോയിട്ട് നമുക്ക് പുതിയതായിട്ടൊന്നും എഴുതണ്ട, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാരണം പഴയ കോഡ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രം നമുക്ക് വരുത്തിയാൽ മതി. അതെന്താന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ കോഡ് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡിലേയില് രണ്ടുപേരും വരണം, അല്ലെ? അല്ലാണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ല വരേണ്ടത്, ഒരു ഡിലേ ഇട്ട് രണ്ടുപേരും വരണം. അപ്പൊ നമ്മൾ ഈ ഒബ്ജക്ട് 2ന്റെ കോഡിൽ പോയിട്ട് ഒരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുണ്ടല്ലോ ഇവിടെ. ഈ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലുക്സിൽ പോയിട്ട് ഈ ഒബ്ജക്ട് 2നെ ഹൈഡ് ചെയ്യണം. ഓക്കെ, കാണാൻ പാടില്ല ഈ സ്നേക്കിന്റെ സ്പ്രൈറ്റിനെ. എന്നിട്ട് നമ്മൾ ഒരു ഡിലേ അവിടെ ആഡ് ചെയ്യാണ്. കൺട്രോളിൽ പോയിട്ട് വെയിറ്റ് 1 സെക്കൻഡ് വരും, ഒരു 1.2 സെക്കൻഡ്. ഇത് ഞാൻ ട്രയൽ ആൻഡ് എറർ നടത്തി കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് ലുക്സിൽ പോയിട്ട് വീണ്ടും താഴെ വന്ന് ഷോ ചെയ്യാം. ഇപ്പൊ ഒബ്ജക്ട് 2 എന്താണ്? ആദ്യം ഹിഡൻ ഒബ്ജക്ട് 2 ഒബ്ജക്ട് 1ഉം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്ട് 1നെ മാത്രമേ കാണിക്കുള്ളൂ, ഒബ്ജക്ട് 2ന് ഒരു 1.2 സെക്കൻഡ്സ് ഡിലേ കഴിഞ്ഞ ശേഷം മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ രണ്ടുപേരും വേറെ വേറെ വരുന്ന പോലെ ഒരു അനിമേഷൻ വരും. അതുകൂടാതെ വേറൊരു ചെറിയ മാറ്റം കൂടെ വരുത്താനുള്ളത്, നമ്മൾ ഒബ്ജക്ട് 1ന് ബ്രോഡ്കാസ്റ്റ് ടച്ച് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അത് ചെയ്യുമ്പോൾ ആ ഒബ്ജക്ട് 1ന് അനുസരിച്ചുള്ള സ്കോർ മാറുക, ഗെയിം ഓവർ ആവുക, എന്തോ ചെയ്യണം. അതുപോലെ തന്നെ ഒബ്ജക്ട് 2ന് ബ്രോഡ്കാസ്റ്റിന് നമ്മൾ പുതിയൊരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ടച്ച് 2 എന്നതിന് ഞാൻ പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഡിസിഷൻ വെൻ ഐ റിസീവ് ടച്ച് 2, ഇവിടെ ഇതേപോലെ തന്നെ കോസ്റ്റ്യൂം നമ്പർ 1 ആണെങ്കിൽ, അതായത് സ്നേക്കിന്റെ കോസ്റ്റ്യൂം, പിന്നെ ഓറഞ്ച് മഷ്റൂമിന്റെ കോസ്റ്റ്യൂം, അതുപോലെ തന്നെ യെല്ലോ ക്രിസ്റ്റലിന്റെ കോസ്റ്റ്യൂം. ഈ മൂന്നിനും കോസ്റ്റ്യൂം നമ്പർ 1, 2, 3 ആ ഓർഡർ കറക്റ്റ് ആയത് കാരണം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. റൈറ്റ്, ഗെയിം ഓവർ ആവണം, സ്കോർ എങ്ങനെ മാറണം എന്നുള്ളതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കോഡ് നമ്മൾ ഇനി മാറ്റേണ്ട ആവശ്യമില്ല, കാരണം കോസ്റ്റ്യൂം നമ്പർ 1, 2, 3 എന്ന് പറയുന്ന ഓർഡർ ഇതിലും കറക്റ്റ് ഓർഡറാണ്. സ്നേക്ക്, മഷ്റൂം, ഡയമണ്ട്, ഈ ഓർഡറിലാണ്. അവിടെ ഹെഡ്ഷോഗ്, മഷ്റൂം, ഡയമണ്ട് എന്നുള്ള ഓർഡറിലായിരുന്നു. ഓക്കെ, ആ റൂൾസ് നമ്മൾ സെയിം ആണ് വെച്ചിരിക്കുന്നത്. റൂൾസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളിവിടെ ഇഫ് കണ്ടീഷന്റെ അകത്ത് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇപ്പൊ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് മാറ്റുന്നില്ല. ഇനി നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം, അല്ലെ, എന്താവും എന്ന്. ഇപ്പൊ നോക്കൂ, മഷ്റൂം വന്നു, അതിന്റെ പിന്നാലെ തന്നെ വേറൊരു മഷ്റൂം വന്നു, സ്കോർ മാറുന്നുണ്ട്. ഹെഡ്ഷോഗ് വന്നു, ഞാൻ ഗെയിം ഓവർ ആയി. ഹെഡ്ഷോഗ് വന്നു, ജമ്പ് ചെയ്തു. ഡയമണ്ട് വന്നു, ഉണ്ടോ, മഷ്റൂം വന്നു, ഡയമണ്ട് വരുമ്പോൾ മാറുന്നുണ്ട്. 7, 3, 10, 10, 3, 13. അവിടെ ഞാൻ ഗെയിം ഓവർ ആയി. ഓക്കെ, അപ്പൊ ഹെഡ്ഷോഗ് ഒന്ന് രക്ഷപ്പെട്ട് ഗെയിം ഓവർ ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഗെയിം. ഇതിലെ ഡിലേയും സ്കോറും എല്ലാം മാറ്റി പുതിയ റൂൾസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാരിയോ ടൈപ്പിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതൽ ഒബ്സ്റ്റക്കിൾസ് ആഡ് ചെയ്യുക. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ വരാണ്ട് വെർട്ടിക്കലായിട്ട് നമ്മൾ മാരിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, പോയിന്റ്സ് പോലെ, കോയിൻസ് വരുന്ന പോലെ ചെയ്യാം. പല പല വേരിയേഷൻ ഓഫ് ദിസ് ഗെയിം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിനി അടുത്ത ലെസണിൽ കാണാം.